UDF വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും. കോങ്ങാട് നിയോജക മണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയക്കൊടി പാറിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വമാണ് എന്നിൽ UDF നിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പോൾ എന്നെ ഈ ദൗത്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും അതുപോലെ തന്നെ ജില്ലയിലെ മുഴുവൻ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും അവരോടുള്ള UDFിൻ്റെ നേതാക്കന്മാരോടും പ്രവർത്തകരോടും ഒക്കെയുള്ള നന്ദിയും കടപ്പാടും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കോങ്ങാട് നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരായി അവരുടെ കൂടെയുള്ള ഒരാളെ പോലെ നമ്മളെ കരുതാൻ കഴിവും മനസ്സുമുള്ള ആളുകളാണ്. ഞാൻ അവരെ പരിചയപ്പെട്ടിടത്തോളം ഒരുപാട് വർഷങ്ങളായി സംഘടനയുടെ ചാർജ് എനിക്ക് കോങ്ങാട് നിയോജക മണ്ഡലത്തിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും നേരിട്ട് പോകാനും അവരെയൊക്കെ പരമാവധി ആളുകളെ അടുത്തറിയാനും ഒക്കെ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് വളരെ ഗുണകരമായിട്ട് വരും എന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് VK ശ്രീകണ്ഠൻ MPയുടെ ഭാര്യ എന്നൊക്കെ ഒരു പോസ്റ്റർ അടക്കം പ്രത്യക്ഷപ്പെട്ടിരുന്നു. VK ശ്രീകണ്ഠൻ എൻ്റെ ഭർത്താവ് മാത്രമല്ലല്ലോ, പാലക്കാട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഒരു MP കൂടിയാണ്. അതും ആദ്യത്തെ പ്രാവശ്യം നേടിയ ഭൂരിപക്ഷത്തിനേക്കാൾ രണ്ടാമതും മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കഠിനമായിട്ടുള്ള പ്രയത്നം കൊണ്ട് അത് എത്രയോ ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ കേരളത്തിലെ MPമാരിൽ പ്രധാനപ്പെട്ട ഒരു MP-യാണ് VK ശ്രീകണ്ഠൻ. അപ്പോൾ അദ്ദേഹം അവിടെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഒരു ഭാര്യ എന്നുള്ള നിലയിലല്ല, UDFിൻ്റെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഏറ്റവും ഒരു വോട്ടിൻ്റെ ശതമാനം വർദ്ധിപ്പിക്കുന്നതിൽ അത് കാര്യമായിട്ടുള്ള ഒരു സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു ചാലക ശക്തിയാണ് എന്നുള്ളതാണ് എൻ്റെ ആത്മവിശ്വാസം. CPMൻ്റെ ഉറച്ച കോട്ടയിൽ വലിയ ഒരു മുന്നേറ്റം തദ്ദേശത്തിൽ UDF ഉണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായും. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു ബ്ലോക്കിലെ 5-ൽ 4 പഞ്ചായത്തും അതുപോലെ തന്നെ മറ്റൊരു ബ്ലോക്കിലെ പഞ്ചായത്തുകളിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാനും മുന്നണിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പിന് ഇറങ്ങുമ്പോൾ അവരുടെയൊക്കെ പ്രവർത്തനം, അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെ, അതുപോലെ തന്നെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പോരാടിയിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ അവരുടെയൊക്കെ പ്രവർത്തനം, അതുപോലെ UDFിൻ്റെ നേതൃത്വം എല്ലാവരും ഒറ്റ ലക്ഷ്യബോധത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ തന്നെ കോങ്ങാട് നിയോജക മണ്ഡലത്തിലെ 2 ബ്ലോക്കുകളുടെയും കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ നേതൃയോഗം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നേ കഴിഞ്ഞു. ഇന്ന് അസംബ്ലി തലത്തിലുള്ള UDFിൻ്റെ നേതൃയോഗം കഴിഞ്ഞു. എല്ലാ മണ്ഡലങ്ങളിലുമുള്ള യോഗത്തിൻ്റെ ഡേറ്റുകൾ എല്ലാം ഷെഡ്യൂൾ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. നാളെ കാഞ്ഞിരത്ത് നിന്ന് സ്ഥാനാർത്ഥിയുടെ ഒരു റോഡ് ഷോയോടുകൂടി ഔദ്യോഗികമായിട്ട് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലുള്ള പ്രവർത്തനവും മണ്ഡലത്തിൽ ആരംഭിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.